ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ പ്രധാന വിഷയങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഈ പി ആറുകളെ എക്സ്പോസ് ചെയ്ത് തരുവാണല്ലേ. ഇന്നത്തെ റീ എൻട്രിയിൽ ബാക്കിയുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടല്ലേ. ഒനിയിൽ, ലക്ഷ്മി, രേണു സുധി, ബിന്നി, ആര്യൻ, പിന്നെ ലാസ്റ്റ് നമ്മുടെ ജിസയിലും എത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ എൻട്രി നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു അല്ലേ. ആദില ഇന്ന് പുതിയ വെളിപ്പെടുത്തലുമായിട്ട് അനുവിനെതിരെ വന്നിട്ടുണ്ട്. പി ആറുകളെ പറ്റി പറഞ്ഞതും അതുപോലെ തന്നെ അനു ആര്യനെതിരെ പറഞ്ഞതും ഒക്കെ പറയുന്നുണ്ട്. പറയുന്ന കൂട്ടത്തിൽ ആദിലയുടെ ഡബിൾ സ്റ്റാൻഡ് കൂടിയാണ് എക്സ്പോസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ആദിലയാണേലും നൂറയാണേലും രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കളിച്ചാലും മതിയായിരുന്നു. അപ്പോൾ അവർക്ക് സപ്പോർട്ട് കൂടത്തേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ ഒരാളുടെ കൂടെ നിൽക്കുന്നത് ആവശ്യത്തിന് വേണ്ടി മാത്രം ആവരുത്. ഒന്നുകിൽ അനുവിൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ അനുവിന് എഗനസ്റ്റായിട്ട് നിൽക്കുക. അനു ഇന്നും അപ്പാനി ബിൻസി കേസ് വീണ്ടും പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രവീൺ അനീഷിന്റെ സ്വഭാവം ജെനുവിൻ ആണെന്നൊക്കെ പറയുമ്പോൾ അനു പറയുന്നത് അതൊരു ഗെയിം ആയിരിക്കും എന്നൊക്കെ പറയുന്നു. ഇത്രയും കണ്ടസ്റ്റൻസ് പുറത്തു നിന്നും ഗെയിം കണ്ടതിന് ശേഷം ഒറ്റക്കെട്ടായി പറയുന്ന കാര്യം പോലും അനു വളച്ചൊടിച്ച് പി ആറുകൾക്ക് ഇട്ട് കൊടുക്കുകയാണല്ലേ. ഇത് ഇനിയിപ്പം ബിഗ് ബോസ് വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു സീസണിൽ ഒരു യഥാർത്ഥ വിജയം ഉണ്ടാവൂ. ഇന്ന് ആദില ഔട്ടാവുമെന്ന് തോന്നിയപ്പോഴാണ് ഈ ഒരു അനുവിനെതിരെ വെളിപ്പെടുത്തലുമായിട്ട് എത്തിയിരിക്കുന്നത് അല്ലേ. അനുമോളാണെങ്കിൽ എനിക്ക് പി ആറിൻ്റെ നമ്പർ എഴുതി തന്നു, ഇവിടെ അക്ബറിനെ എല്ലാവരും വൈറ്റ് വാഷ് ചെയ്യുകയാണ്, അതിനെതിരെ പ്രവർത്തിക്കാൻ പറയണമെന്നൊക്കെ പറഞ്ഞ് പി ആറിൻ്റെ നമ്പർ ടിഷ്യൂവിലെങ്ങാണ്ട് എഴുതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. നൂറയ്ക്ക് പി ആർ കൊടുക്കണം, 50,000 രൂപ കൊടുത്താൽ മതി വോട്ട് ചെയ്യിക്കാനെന്നും പറഞ്ഞെന്ന്. എന്താ അല്ലേ റിയലായിട്ടുള്ള പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഒരു ഇത്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ബിഗ് ബോസ് വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു സീസണിൽ ഒരു യഥാർത്ഥ വിജയം ഉണ്ടാവുള്ളൂ. ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ട് മത്സരാർത്ഥികളെയും അവരുടെ വീട്ടുകാരെയും പേഴ്സണൽ ലൈഫും കരിയറും ഒക്കെ നശിപ്പിക്കുകയാണ്. ഈ ഒരു ബിഗ് ബോസിന്റെ സ്വഭാവം ഇങ്ങനെയാ. അവിടെ പോയാൽ ഇതൊക്കെ ഫേസ് ചെയ്യണമെന്ന് പറഞ്ഞ് അകത്ത് മത്സരാർത്ഥികൾ തമ്മിലുള്ള ഗെയിമിൽ എന്തിനാ അവരുടെ വീട്ടുകാരെയും കരിയറും ഒക്കെ വലിച്ചിടുന്നേ? സൈബർ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ എന്തിനാ അവരെ? അതുപോലെ തന്നെ എത്ര രൂപ കിട്ടിയാലും കപ്പ് കിട്ടിയാലും മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് ഒന്നും നേടാൻ നമുക്ക് പറ്റില്ല. കഴിവുള്ള എത്ര കണ്ടസ്റ്റൻസിനെ ഔട്ടാക്കിയിട്ടുണ്ട്. അതിൽ ഇന്ന് അക്ബറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അക്ബറൊക്കെ ഇന്ന് ഇരുന്ന് കരയുന്ന പോലും ഉണ്ട്. സത്യത്തിൽ അക്ബറൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത്രമാത്രം നെഗറ്റീവ്സ് ഒന്നും ചെയ്തിട്ടില്ല. കലാപൻ ചെറിയ പറയുന്നുണ്ട് അനുവൊക്കെ എത്ര തവണയാ മൈക്കൊക്കെ പലതവണ മാറ്റി സംസാരിക്കാറുണ്ടെന്ന്. അപ്പോൾ അക്ബർ ഈ ശാരികയും സരികയൊക്കെ നിൽക്കുമ്പോൾ അവരോടായിട്ട് പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് എത്രയോ പ്രാവശ്യം എനിക്ക് ബിഗ് ബോസ് ഹൗസിനകത്ത് സപ്പോർട്ടുണ്ട്, എന്നെ വെള്ള പൂശാൻ ആളുകളുണ്ട് എന്നൊക്കെ അനു എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ഗെയിമറായിട്ടാണ് ഇവിടെ എല്ലാത്തിനെയും കണ്ണിൽ കാണുന്നതിലൊക്കെ ഇടപെട്ട് പുറത്ത് നമ്മൾ വില പോകുമോ എന്ന് കൂടി നോക്കാതെ ഓണായി നിന്നിട്ട് അനു ഈ ഒരു സാധനം പറഞ്ഞുണ്ടാക്കി എന്നെ നെഗറ്റീവ് ആക്കുകയാണെന്നൊക്കെയാണ് അക്ബർ അവരോടായിട്ട് പറയുന്നത്. അതുപോലെ ഇവിടെ ഏഷ്യാനെറ്റ് സീരിയലിൽ 800 എപ്പിസോഡ് കുങ്കുമപ്പൂവിൽ അഭിനയിച്ച ആളാണല്ലോ ഷാനവാസ്. അപ്പോൾ എന്നെക്കാൾ കൂടുതൽ ബന്ധം അയാൾക്കാണല്ലോ വേണ്ടത്. എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് ഈ ഒരു അക്ബർ പറയുന്നത്. എല്ലാം നമ്മളെ മോശക്കാരാക്കി പുറത്ത് പി ആറിന് ഹിൻഡ് കൊടുക്കുക എന്നൊക്കെയാണ് അക്ബർ പറയുന്നത്. കൂടെ അക്ബർ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, സ്വരത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല, എൻ്റെ തൊണ്ട പൊയ്ക്കോട്ടെ, ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ ഈ പുറത്തെ ഫാമിലിയൊക്കെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞുള്ള ആ ഒരു വിഷമമൊക്കെയാണ്. അപ്പോൾ ശാരിക പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, കുഴപ്പമൊന്നുമില്ല, ഉമ്മ എല്ലാവരും ഹാപ്പിയാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിൻസി മസ്താനി ആ ഒരു വിഷയം, അതിൽ ബിൻസി മസ്താനി പുറത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്താണ് അകത്ത് കയറി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് മസ്താനി ബിൻസിയുടെ ചാച്ചനെ വിളിക്കുന്നു. അതൊക്കെ എന്തൊരു മോശമാണല്ലേ. ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തൊരു മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബിൻസി തിരിച്ച് ചാച്ചൻ ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ മസ്താനിയോടും പറയുന്നുണ്ട്. രണ്ടുപേരും കൊള്ളാം. എന്തൊരു മോശം സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ ഈ ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാവരെയും വിളിച്ചിരുത്തി അവരുടെ ഇമോഷണൽ ജേർണിയൊക്കെ കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും വിഷമവും കരച്ചിലും ഒക്കെ വരുന്നുണ്ട്. ഈ അക്ബർ ഇവിടെ ഈ ശാരികയോടും സരികയോടും ഒക്കെ സംസാരിച്ചിരിക്കുമ്പോൾ ആര്യൻ അതിലെ വന്ന ഒരു കാര്യം, ഒരു പോയിന്റ് പറയുന്നുണ്ട്. അത് കറക്റ്റാണ്. ഇതൊക്കെ പോയി അനുവിനോട് ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കി അനുവിന് ഒരു സിമ്പതി വോട്ട് ഉണ്ടാക്കി കൊടുക്കരുതെന്നാണ് പറയുന്നത്. എത്രയോ കറക്റ്റാണ് അല്ലേ. സിമ്പതി വോട്ട് കിട്ടാതിരിക്കാനാണ് ആര്യൻ അവളോടൊന്നും ചോദിക്കാൻ പോകാത്തതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആര്യൻ എന്തെങ്കിലുമൊക്കെ അനുവിനെ റോസ്റ്റ് ചെയ്തേനെ. ആര്യൻ പറയുന്നുണ്ട്, ഇപ്പോൾ ആര്യൻ്റെ അമ്മ, അച്ഛൻ, ഫ്രണ്ട്സ് അവർക്കൊക്കെ ഈ ഒരു സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ 1-2 പേർക്ക് നല്ല പി ആർ ഉണ്ടെന്ന് കരുതി ബാക്കിയുള്ള ഈ ഒരു കണ്ടസ്റ്റൻസിനെയൊക്കെ ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പാനിക്കൊക്കെ ഇപ്പോഴും പേടിയുണ്ട്. അപ്പാനി പറയുന്നുണ്ട് ഇനി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെ ആയിരിക്കുമെന്ന്. പിന്നെ
ഷാനവാസ്, ആദില, നൂറ, അനു അവരെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാണല്ലേ. ഈ ആദിലയും നൂറയും ഷാനവാസ് വിളിച്ച് പറയുന്നുണ്ട്, ഇനിയും 3 ദിവസം കൂടെ ഉള്ളൂ, നന്നായിട്ട് ഗെയിം കളിക്കൂ. അതൊക്കെ നല്ല കാര്യം. പിന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ ക്യാരക്ടറൊക്കെ നോക്കിയായിരിക്കും വിലയിരുത്തുന്നത്, വോട്ട് കിട്ടുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാവരും മാറി കേട്ടോ. 3 പേരും കൂടെ കെട്ടിപ്പിടിക്കുന്നു, അനുവിനെ വിളിക്കുന്നു. 3 പേരും കെട്ടിപ്പിടിച്ച് നല്ല ഫ്രണ്ട്സ് ആവുന്നു. എന്താ അല്ലേ ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ഒരു പവർ. ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ പീക്കിലെത്തിയ ഒരു ഫ്രണ്ട്ഷിപ്പാണല്ലേ. നമ്മൾ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഇവരുടെ ആ ഒരു നിലപാടുകളും ഇവരുടെ ആ ഒരു ഡബിൾ സ്റ്റാൻഡും എല്ലാം നമ്മൾ തുടക്കം തൊട്ടേ കണ്ടുവരുവാണല്ലേ. അപ്പോൾ ഇനിയും ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ റീഗൽ ജ്വല്ലറിയുടെ ആ ഒരു ഡയമണ്ട് നെക്ലേസ് കിട്ടിയിരിക്കുന്നത് ആര്യനാണ്. പിന്നെ അക്ബർ അപ്പാനുയോട് പറയുന്നുണ്ട്, ആദില ഈ അനുവിനെതിരെ, അനു പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുവിനെതിരെ ചോദിക്കും എന്നൊക്കെ ആദില പറഞ്ഞിരുന്നു എന്ന്. ഇപ്പോൾ ടോപ്പ് 5 അല്ല ടോപ്പ് 7 ആണെന്ന് അറിഞ്ഞപ്പോൾ വാക്ക് മാറ്റിയെന്ന് പറയുന്നു. എന്താ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, അടുത്ത എപ്പിസോഡുകളിലൊക്കെ നമുക്ക് നോക്കാം ആദില ഇത് ചോദിക്കുമോ, എന്താ നടക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക്